ഗുഡ് മോർണിംഗ് ഒരു പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഹിതമുള്ളിടത്ത് ദൈവവും ഉണ്ടാകും, അല്ലേ? ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മളുടെ ഒപ്പം അവൻ എന്നും ഉണ്ടാകും. നമ്മൾക്ക് സമാധാനമുണ്ടാകും. നമ്മൾ എത്തിപ്പെടേണ്ടടുത്ത് സമയാസമയത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള സമയത്ത് തന്നെ എത്തിപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചല്ല നടക്കുന്നെങ്കിലോ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല, സെറ്റിൽ ചെയ്യാൻ സാധിക്കത്തില്ല. വട്ടം കറങ്ങി ഇങ്ങനെ പിന്നെയും പിന്നെ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിപ്പെടുക തന്നെ ചെയ്യും, അല്ലേ? ഇസ്രായേൽ മക്കളെ പോലെ 40 വർഷം അവരാ വിൽഡർനെസ്സിൽ മരുഭൂമിയിൽ കറങ്ങണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നില്ല, അല്ലെ? അവര് കനാനിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെ അതൊരു പാലിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ, ദൈവത്തിന് മനസ്സിലാക്കാൻ, ദൈവത്തിന് വഴിയനുസരിച്ച് നടക്കാനും താല്പര്യപ്പെടാതിരുന്നപ്പോൾ 40 വർഷക്കാലം അവരിങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടേയിരുന്നു, സമാധാനമില്ല, സെറ്റിൽ ചെയ്യാൻ സാധിക്കാതെ. അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ ജീവിതം. അതാണ് യേശു പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയുള്ളൂ. അപ്പൊ മുമ്പോട്ട് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടെ അങ്ങയുടെ വചനം കേൾക്കാനായിട്ട് കർത്താവേ, അത് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. എല്ലാ നന്ദിയും എല്ലാ പ്രേസും കർത്താവിലേക്ക് മാത്രം വരട്ടെ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം ഹോളി സ്പിരിറ്റ് ഗോഡ്. യേശുവിൻ നാമത്തിന്റെ പിതാവ് അങ്ങേക്കായിട്ടും പുത്രനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിന് ആമേൻ. നമുക്ക് സംഖ്യാ പുസ്തകത്തിലേക്ക് പോകാം. സംഖ്യാ പുസ്തകത്തിന്റെ 21-ാമത്തെ ചാപ്റ്ററിന് 10 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ, പിന്നെ 19 തൊട്ട് 20 വരെയുള്ള വാക്കുകൾ. അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്പേഴ്സിന്റെ 21-ന്റെ 10 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ ആദ്യം വായിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഒബോത്തിൽ പാളയമിറക്കി. ഒബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിനു നേരെ മോവാബിന്റെ കിഴക്കുള്ള മരുഭൂമിയിൽ അബാരയിമിൽ പാളയമിറക്കി. അവിടെ നിന്ന് പുറപ്പെട്ട് സാരോദ് താഴ്വരയിൽ പാളയമിറക്കി. അവിടെ നിന്ന് പുറപ്പെട്ട് അമോര്യയുടെ ദേശത്തു നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോടിനക്കരെ പാളയമിറക്കി. അർണോൻ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിർ ആകുന്നു. പിന്നെ 19-ാമത്തെ 20-ാമത്തെ വാക്ക് ഇങ്ങനെ പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മത്താനയിൽ നിന്നും നഹലിയേലിൽ നിന്നും ബാമോത്തിൽ നിന്നും മൊവാബിന്റെ ദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്ഗ മുകളിലേക്കും യാത്ര ചെയ്തു. അപ്പോ നമുക്കറിയാം, ഇവര് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസമല്ല, 40 വർഷം. നമ്മൾ ഇതേ തന്നെ സംഖ്യാപുസ്തകത്തിന്റെ 13-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ അവിടെ 33-ാമത്തെ വാക്കില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 13-ന്റെ 33 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഞങ്ങള് വെട്ടുക്കിളികളെ പോലെയാണ് ഞങ്ങളുടെ കണ്ണിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞങ്ങൾ, അല്ലെ, അവരുടെ കനാനിലേക്ക് 13-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന കനാനിലേക്ക് ചാരന്മാരെ വിടുന്ന കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോസസ് 12 കുലത്തിൽ നിന്നും 12 ചാരന്മാരെ വിടുക ചെയ്യുന്നത്. പക്ഷെ അവിടുന്ന് തിരിച്ചു വരുന്ന ചാരന്മാരിൽ 10 പേർക്ക് ഒരഭിപ്രായം: ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് കനാനിലുള്ള ആൾക്കാര് അമാലക്കന്മാരും നെഫലീംസും ഉള്ള ജയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് അത് കനാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അവരെ ഒന്നും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ കണ്ണിൽ വെട്ടുക്കിളികളാണ്, ഞങ്ങളുടെ കണ്ണിൽ തന്നെ ഞങ്ങൾ വെട്ടുക്കിളികൾ പോലെയായിരുന്നു, അവരുടെയും കണ്ണിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. വെട്ടുക്കിളികൾ എന്നുകൊണ്ട് ഒരു ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്കും പ്രാധാന്യമില്ലാത്ത, അത്രയ്ക്കും സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത, അത്രയ്ക്കും ചെറുതായിട്ട്, അല്ലെ, ഒരു വിലയുമില്ലാത്ത തരത്തിലുള്ള, അല്ലെ, ഒന്നിനും കഴിവില്ലാത്ത തരത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ എന്നാണ് അവർ പറഞ്ഞത്. മറ്റവര്, അല്ലെ, അനാക്യര് ഒക്കെ ഉള്ള ആ നാട്ടിലെ ആൾക്കാര് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആനയെ പോലൊക്കെ ഇരിക്കുന്ന ഭയങ്കര സൈസുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവരുടെ മുമ്പിൽ ഞങ്ങളിങ്ങനെ വെട്ടുക്കിളികൾ പോലെയാണ് എന്നവർ പറഞ്ഞിരിക്കുക. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിലയൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ലെന്ന്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി: വെട്ടുക്കിളികൾക്ക് ശക്തിയില്ല, വിലയില്ല, അങ്ങനെയൊക്കെ അതൊക്കെ വാസ്തവം. പക്ഷെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്. വെട്ടുക്കിളികൾ എന്ന് പറയുമ്പോൾ അവർ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നില്ല. അവര് ഇപ്പൊ ഒരു സ്ഥലത്ത് കാണുവാണെങ്കിൽ പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ അവര് വേറെ സ്ഥലത്താണ്, അല്ലെ? ഇങ്ങനെ
പാറി നടക്കണം. ഒരു പുല്ലിൽ നിന്ന് അടുത്ത പുല്ലേക്ക് ചാടി ചാടി നടക്കുകയാണ് അല്ലെ. ഒരു റെസ്റ്റ്ഫുൾ ആയിട്ട് അവർക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതുപോലെ ഇവരിത് ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് അവർ എത്തിപ്പെട്ടത് അല്ലെ. അവരെ ഈജിപ്തിൽ നിന്ന്, അവരുടെ ബോണ്ടേജിൽ നിന്ന്, അവരുടെ സ്ലേവറിൽ നിന്ന് കൊണ്ടുവന്ന, അവരെ വിടുവിച്ച് കൊണ്ടുവന്ന യഹോവയെ രാത്രികാലങ്ങളിൽ എന്താ പറയാ പില്ലർ ഓഫ് ഫയർ ആയിട്ട് അല്ലെ, പകൽക്കാലത്ത് മേഘസ്തംഭമായിട്ടും കൂടെ ഉണ്ടായിരുന്ന അല്ലെ, പില്ലർ ഓഫ് ഫയറും പില്ലർ ഓഫ് ക്ലൗഡുമായിട്ട് കൂടെ ഉണ്ടായിരുന്ന, കൂടെ എന്നും 24x7 അല്ലെ, 24 മണിക്കൂറും ഒരു ദിവസത്തിന്റെ ആഴ്ചയിൽ 7 ദിവസമാണെങ്കിൽ 7 ദിവസം അതേപോലെ കൂടെ ഉണ്ടായിരുന്ന യഹോവയെ മറന്നുകൊണ്ട് അല്ലെ, അവരുടെ മുമ്പില് കനാലിലെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞ പാകപ്പാട് ഇവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരിക്കും, അവർക്ക് കോൺഫിഡൻസ് ഇല്ലായിരിക്കില്ല, ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരിക്കും അല്ലെ. റെഡ് സീ പാർട്ട് ചെയ്ത് വരുമ്പോ ചെങ്കടലിനെ പകുത്തുകൊണ്ട് അവര് വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല, നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരിക്കൽ പോലും കാണാത്ത ഒരു വല്ലാത്ത ഒരു കാഴ്ച, ഒരു വലിയ ഒരു മിറക്കിള് അവര് മുമ്പിൽ നടന്നിട്ട് അല്ലെ. ഒന്ന് വിചാരിച്ചു നോക്ക്, ആ ചെങ്കടലിൽ പകുക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഭിത്തി പോലെ, വോള് പോലെ രണ്ട് സൈഡിലും നിൽക്കുവോ. അങ്ങനത്തെ എങ്ങനെ നിൽക്കാൻ പറ്റും അല്ലെ. ഗുരുത്വാകർഷണത്തിനൊക്കെ എതിരായിട്ട് ദൈവം ഒരു വലിയൊരു പ്രവൃത്തി ചെയ്തതാ അല്ലെ. വെള്ളം അങ്ങനെയൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ എന്തൊരു സാധനം, അത് താഴെ വന്നേ പറ്റത്തുള്ളൂ, ഭൂമിയിലേക്ക് വന്നേ പറ്റത്തുള്ളൂ അല്ലെ, ഗുരുത്വാകർഷണം കാണാം. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് ദൈവം ചെയ്ത വലിയൊരു കാര്യം, അങ്ങനെ ഒരു മനുഷ്യവർഗത്തിന്റെ കണ്ണിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം അവര് മുമ്പിൽ നടന്നിട്ട് പോലും ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോകാൻ പറ്റിയ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ് അല്ലെ. അത് ശരിക്കും പറഞ്ഞ അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു എന്നുള്ളതാണ്. 40 സംവത്സരം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അവർക്ക് ഇങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു. അവർക്കൊട്ട് സെറ്റിൽ ചെയ്യാൻ സാധിച്ചില്ല അല്ലെ. അവർ അൺസെറ്റിൽഡ് ആയിരുന്നു, റെസ്റ്റ്ലെസ് ആയിരുന്നു അവര് അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശം, അവരെ പറ്റിയുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് അവരെ കനാലിൽ കൊണ്ടുപോകുക. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം അല്ല. അവരവരുടെ ജീവിതം തുടങ്ങട്ടെ. അവർ ഇത്രയും എന്താ പറയാ 400 വർഷക്കാലം ഈജിപ്തില് കടന്ന് കഷ്ടപ്പെട്ടു. അവര് അടിമകളായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ വിടുവിച്ചിട്ട് അവരെ കനാലിലേക്ക്, അവരുടെ പ്രോമിസ്ഡ് ലാൻഡ് ആയിട്ടുള്ള അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ ചെന്ന് സെറ്റിൽ ചെയ്ത് അവർക്ക് കുടുംബമായി, കുട്ടികളായി, അവർക്ക് വീടായി എല്ലാം അവർ സെറ്റിൽ ചെയ്യട്ടെ. എന്താ പറയുക, യാക്കോബിനോടും ജേക്കബിനോടും ഐസക്കിനോടും എബ്രഹാമിനോടുള്ള പ്രോമിസ് ആണ് അല്ലെ, ഇവര് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രോമിസ്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ഹിതം. അപ്പൊ അതാണ് ദൈവം കണക്കൂട്ടുന്നത് ഇവരെ പറ്റി. പക്ഷെ ഇവരങ്ങനെയാണ്, ഞങ്ങൾ വെട്ടിക്കിളികളാണെന്ന് പറഞ്ഞിട്ട് ഇവര് അൺസെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നത്. 40 വർഷക്കാലം കുറച്ചു കാലമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പകുതിയോളം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് പേരുടെ മരണം ഇവര് കാണുമെന്ന് വിചാരിക്കണം അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു വെക്കും, ഒരു സമാധാനമില്ലാഴിക. അപ്പൊ ഇവരെക്കാളെല്ലാം ഉപരിയായിട്ട് സമാധാനമില്ലാതെ ഇരുന്ന ഒരു വ്യക്തി വെച്ച മോസസ് ആണല്ലേ. ഇത്രയും പേരെ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു മിനിസ്ട്രിയാണ്. അപ്പൊ എല്ലാരും നോക്കുമ്പോൾ നമുക്കറിയാം, മോസസിന്റെ പോലത്തെ ഒരു മിനിസ്ട്രി ഒക്കെ വേണം നമുക്ക്, വളരെയധികം ആഗ്രഹമല്ലേ. മോസസിന് എന്താ വലിയൊരു മിനിസ്ട്രി, എത്രമാത്രം വലുതായിരുന്നു. മോസസ് ഒരു വലിയൊരു രാജാവിനെ പോലെയായിരുന്നു ഇസ്രായേലിന്റെ ഇടയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഇതാണല്ലോ, എനിക്ക് മോസസിനെ പോലെ വേണം. പക്ഷെ മോസസ് ചെയ്ത മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അത്രേ ആൾക്കാരെ അല്ലെ, 600,000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു പറയുന്നത് ഇസ്രായേൽ മക്കള്. അപ്പൊ അവരുടെ കൂടെയുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം കൂട്ടി ഒരു 2 അല്ലെങ്കിൽ 3 മില്യൺ ആൾക്കാരുണ്ടായിരുന്നു. ഇത്രയും പേരുടെ വായിലിരുന്ന് മൊത്തം കേട്ടിട്ട്, അവര് കുറ്റപ്പെടുത്തലുകൾ മൊത്തം കേട്ടിട്ട് അങ്ങനത്തെ ഒരു മിനിസ്ട്രി ആയിരുന്നു മോസസിന് കൊടുത്തിരുന്നത് അല്ലെ. അപ്പൊ ഈ ഇസ്രായേൽ മക്കൾ സെറ്റിൽ ചെയ്തില്ല എന്നപോലെ തന്നെ മോസസിനും സെറ്റിൽ ചെയ്യാൻ സാധിച്ചില്ല അല്ലെ, മാനസികമായിട്ട് സെറ്റിൽ ചെയ്യാൻ സാധിച്ചില്ലെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല നമ്മൾ മുമ്പോട്ട് ജീവിതത്തിൽ മൂവ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ഇവരെ പോലെ ഇങ്ങനെ കടന്നിട്ട് സെറ്റിലാകാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലെ. ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കരുണ കൂടെ ഉണ്ടായിരിക്കും, ദൈവം കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ സമാധാനമുണ്ട്. സമാധാനത്തിന്റെ പ്രഭുവാണ് യേശു ക്രിസ്തു അല്ലെ. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, യേശു ക്രിസ്തു ഇങ്ങനെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്,
ജോണിന്റെ 14ലേക്ക് യോഹന്നാന്റെ 14ലേക്ക് പോകുമ്പോ യേശു ഇങ്ങനെ പറഞ്ഞു, താൻ ഈ ലോകത്തു നിന്ന് മനുഷ്യനായ താൻ ഈ ലോകത്തു നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാന് എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു പറഞ്ഞിരിക്കുന്നത്. ഈ ലോകം തരുന്ന പോലത്തെ സമാധാനമല്ല, ദൈവത്തിന്റെ സമാധാനം നമുക്ക് തരും. കാരണം ദൈവം യേശുക്രിസ്തു തന്നെ സമാധാനത്തിന്റെ ഏം, പ്രഭുവാണ്, അല്ലെ? പ്രിൻസ് ഓഫ് പീസ് ആണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം സെറ്റിൽഡ് ആയിരിക്കുക എന്നും സമാധാനത്തിലായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം, അല്ലെ? അതിനുവേണ്ടി നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും, അല്ലെ? എത്രയോ പേരുടെ ജീവിതത്താണ് സമാധാനമില്ലാതെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതത്തിനും പ്രകാരം മുമ്പോട്ട് പോകും. നിനവേക്ക് പറയുമ്പോ ടർശിഷിന് പോകരുത് നമ്മൾ, അല്ലെ? നമ്മൾ തന്നെ കഷ്ടപ്പെടത്തുള്ളൂ. അപ്പൊ ദൈവം എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല്, നിനവേക്ക് നമ്മളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ദൈവം ചിലപ്പം കാറ്റിനെയും പേമാരിനെയും കോളിനെയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വിട്ടെന്നിരിക്കും. അപ്പൊ അതൊക്കെ സഹിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മൾ നിനവേക്ക് അങ്ങ് പോകുമല്ലോ നല്ലത്. ടർശീശിലേക്ക് കപ്പൽ കയറേണ്ട വല്ല കാര്യം നമുക്കുണ്ടോ, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന്റെ വഴിയിൽ നടക്കുമ്പോ അവന്റെ കരുതലുണ്ട് കൂടെ, അല്ലെ? അവന്റെ കരുതൽ ഉണ്ടായിരിക്കും കൂടെ, കൃപയുണ്ടായിരിക്കും, ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചല്ല നടക്കുന്നെങ്കിൽ നമ്മൾക്ക് കൃപ കൂടെ ഉണ്ടായിരിക്കത്തില്ല, അല്ലെ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇപ്പൊ നമ്മള് നമുക്കറിയാലോ, ഇസ്രായേൽ മക്കളുടെ ജീവിതം വഴി നമ്മളോട് ദൈവം ഓരോ കാര്യങ്ങളും പറയുന്നതാണ്, അല്ലെ? നമുക്ക് കൂടെ ഉള്ള ഒരു പാഠമാണ് എല്ലാം, അല്ലെ? ചർച്ചിനുള്ള പാഠമാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, അല്ലെ? അപ്പോ ഇത് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ ഒരു ഏരിയയിൽ തന്നെ ജീവിതത്തിന്റെ ഏതെല്ലാം ഏരിയ ഉണ്ടോ ആ ഏരിയയിലല്ല. നമ്മുടെ ഫൈനാൻസിന്റെ കാര്യമാണ്, നമ്മുടെ കല്യാണത്തിന്റെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, നമ്മുടെ റിലേഷൻഷിപ്സിന്റെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിന് പ്രകാരം അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയാൻ പറ്റും, നമ്മൾ സെറ്റിൽ ആകത്തില്ല. നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു സെറ്റിൽ ആകാൻ പറ്റും, ഒരു മനസമാധാനം ഇല്ലായിരിക്കും, സെറ്റിൽ ആകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഉള്ളത്, അല്ലെ? ഇനി ദൈവത്തിന്റെ ഹിതത്തിന് പ്രകാരം നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല, അല്ലെ? ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാ, ഈ ലോകത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ലോകത്തെ മറികടന്നവനാണ് യേശുക്രിസ്തു, അല്ലെ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് പറയട്ടെ, പോളിന്റെ ജീവിതം, അപ്പോസ്റ്റൽ പൗലോസിന്റെ കാര്യം എടുത്തു നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളില്ലാത്ത സമയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എവിടെ പോയെന്ന് പറഞ്ഞാലും തല്ല് കിട്ടുമായിരുന്നു, അല്ലെ? എവിടെ പോയാലും ഒന്നെങ്കിൽ റിവൈവൽ അല്ലെങ്കിൽ തല്ല്. അതായിരുന്നു പോളിന്റെ മിനിസ്ട്രിയുടെ ഒരു ഇത്, അല്ലെ? അപ്പൊ പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു, പക്ഷെ എന്റെ ഫ്ലഷിലെ ഒരു തോണാണ്, അല്ലെ? എന്റെ ജഡത്തിലൊരു മുള്ളാണ് എന്നാണ് പോള് തന്നെ പറഞ്ഞിരുന്നത്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, പേഴ്സിക്യൂഷന് ഇരയാകും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദൈവം വെച്ചിരുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് മിനിസ്റ്റർ ദൈവം കൊടുത്തിരുന്നത്, അല്ലെ? പക്ഷെ എന്നാലും പോൾ എഴുതുന്ന ഓരോ ലെറ്ററിലുള്ള ആ സമാധാനത്തെ പറ്റി പോൾ എഴുതുന്നത്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളുടെ നടുക്കും പോൾ അനുഭവിക്കുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ദൈവത്തിന്റെ ഹിതത്തിന് പ്രകാരം ആയിരുന്നു പോള്. എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അല്ലെ? എത്രമാത്രം പ്രശ്നത്തിൽ കൂടെ കടന്നു പോയെങ്കിൽ പോലും, പക്ഷെ അവിടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സമാധാനം, ഒരു സന്തോഷം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം നടന്നുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ വഴിയാണ്, അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു ജീവിതമായിരുന്നു അത്, അല്ലെ? അതുകൊണ്ടാണ്, അല്ലെ? ഒന്ന് വിചാരിച്ചിരിക്കുക, ഡേവിഡിന്റെ കാര്യത്തില് ഡേവിഡ് ഇട്ടോണ്ട് ഓടിച്ചോണ്ടേയിരുന്നു കിങ് ശൗല്, അല്ലെ? ഓടിച്ചോണ്ടേയിരുന്നു. പക്ഷെ എന്നാലും അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു ഡേവിഡിനെ പറ്റിയുള്ളത്. കാരണം ഡേവിഡ് ദൈവത്തിൽ ഉറയ്ക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഹിതമായിരുന്നു, അല്ലെ? അപ്പൊ ഡേവിഡിന് ആകെപ്പാടുള്ള വിഷമം എന്താന്ന് വെച്ചാൽ, ദൈവമേ, ദൈവത്തിന്റെ അടുത്ത്, അല്ലെ, മന്ദിരത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സങ്കടമാണ് ഡേവിഡിന്. അല്ലാത്ത ഒരു സങ്കടത്തിൽ കൂടെ ഡേവിഡ് കടന്നു പോകുന്നില്ല. പക്ഷെ മറ്റവനെ ഒന്ന് ഓർത്ത് നോക്കിയേ, കിങ് ശൗലിനെ ഒന്ന് ഓർത്ത് നോക്കിയേ, അല്ലെ? അദ്ദേഹം വളരെയധികം റെസ്റ്റ്ലെസ് ആയിരുന്നു, അല്ലെ? ഡേവിഡിന്റെ പുറകെ അദ്ദേഹം ഓടും നടക്കും ഡേവിഡിനെ കൊല്ലാൻ വേണ്ടി. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം, താൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഹിതത്തിന് പ്രകാരമുള്ള കാര്യമല്ലെന്നുള്ള കാര്യം കൃത്യമായിട്ട് സോളിന് അറിയാമായിരുന്നു, അല്ലെ? ദൈവത്തിന്റെ ഹിതത്തിന് എതിരായിട്ട് നിൽക്കുക സോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്
സമാധാനമില്ലായിരുന്നു. തന്റെ കിങ്ഡം പോയി, തന്റെ കയ്യിലിരിപ്പിന്റെ മോശം കൊണ്ട് തന്റെ രാജ്യം പോയി എന്നുള്ള കാര്യം ശൗൽ രാജാവിന് അറിയാമായിരുന്നു അല്ലെ? കിങ് സോളിന് അറിയാമായിരുന്നു. എന്നിട്ടും പിന്നെ എനിക്കത് എങ്ങനെയെങ്കിലും കിട്ടണം, എനിക്ക് ഈ രാജ്യം കിട്ടണം എന്നുള്ള ഒരു വിചാരം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എന്താ പറയാ, സമാധാനമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ ഡേവിഡിന്റെ പുറകെ ഓടി നടക്കുക അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഓടിക്കൊണ്ടിരുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ളതല്ല. അത് തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മള് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമല്ല നടക്കുന്നെങ്കിൽ, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമാണ് നടക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള നടപ്പാണെങ്കിൽ നമ്മൾ നടക്കുന്നെങ്കിൽ, നമ്മളെ നയിക്കാൻ ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടാവും നമ്മുടെ ഒപ്പം അല്ലെ? നമുക്ക് സമാധാനം പകരാൻ, നമുക്ക് കൃപ പകരാൻ, ഗ്രേസ് പകരാൻ ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടാവും എന്ന് അല്ലെ? അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും എന്ന് ഞാൻ പറയുന്നത് അല്ലെ? ഒരു ഏരിയയിൽ തന്നെയല്ല, എല്ലാ ഏരിയയിലും ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് മാത്രം മുമ്പോട്ട് പോവുക. ദൈവം എന്ത് പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് ചലിക്കാൻ പോകരുത് അല്ലെ? എക്സ്പെഷ്യലി ഫൈനാൻസിന്റെ ഏരിയയിൽ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഏരിയയിൽ അല്ലെ? നമ്മൾ ദൈവം പറയുന്ന കേട്ടോണ്ട് മാത്രം നമ്മൾ മൂവ് ചെയ്യുക അല്ലെ? നമ്മളോട് തൈത്ത് കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ തൈത്ത് കൊടുക്കുന്നില്ല. ഓഫറിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫറിങ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. ആ ഒരു മണി നമ്മൾ സേവ് ചെയ്യാൻ പോകരുത്. എനിക്ക് ഇതുകൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് ഈ മാസം കൊടുക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കരുത്. അത് നഷ്ടത്തിലേക്കേ പോകത്തുള്ളൂ. അതാ മണി നമുക്ക് ഉപകാരത്തില് കൊള്ളത്തില്ല. അപ്പൊ ഉപകാരത്തിനായിട്ട് കൊള്ളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കുക തന്നെ ചെയ്യുക അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ്. മാസ്റ്റർ പ്രേസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഗോഡ്. താങ്ക് യു ജീസസ്. കർത്താവ്, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ്. അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം ജീവിക്കൾക്ക് കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവ്. യേശുവിൻ നാമത്തിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ. നീ കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.